ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ നമ്മൾ മടിച്ചിരിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഓവർ മസാലയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും കഴിയും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിനു വേണ്ടി 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 6 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് ഇത്രയൊന്നും ആവശ്യമില്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലോട്ട് 4 വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഉള്ളി ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ കുറച്ച് ടൈം എടുക്കുന്നത്. ബാക്കിയൊക്കെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രൈ ചെയ്ത നെയ്യിലോട്ടാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുത്താൽ മതി. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. ഇനി ഞാനിവിടെ എടുത്തത് ഒരു 3 പച്ചമുളകാണ്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ ചെറിയ ജീരകം, 4 ഏലക്ക, ഒരു 4-5 പട്ട, ഒരു 4-5 ഗ്രാമ്പൂ, പിന്നെ ഒരു സ്റ്റാർ അനീസ് വേണം, അത് കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. 1 ടീസ്പൂൺ ഫെനൽ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. കൂടെ തന്നെ 2 ടൊമാറ്റോ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിലോട്ട് 2.5 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അടുക്കി പിടിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പം ഈ ബീഫ് ഈ ഒരു വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കണം. ബീഫ് കുക്ക് ചെയ്ത വെള്ളമാണ് നമ്മൾ റൈസിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് വെക്കണം. ഇനിയിപ്പോൾ ഇതാ ഈ വെള്ളം സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ബീഫിനെ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയിലോട്ടിട്ടിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ബീഫ് വേവിച്ച വെള്ളം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കണേ, അത് ഒഴിവാക്കി കളയണ്ട, നമുക്ക് റൈസിന് ആവശ്യമുള്ളതാണ്. ഇനി ഈ ബീഫുമായിട്ട് മസാല നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയിൽ അതൊരു 1/4 ഭാഗവും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഭാഗം നമ്മളവിടെ വെക്കുക. ലാസ്റ്റ് നമ്മുടെ റൈസിൻ്റെ മേലേക്ക് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇനി ഉള്ളി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു അത്യാവശ്യം പുളിയുള്ള തൈരാണ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, വെള്ളമില്ലാത്തതുകൊണ്ട് ഇത് അടി പിടിക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു ടൈമിൽ നമുക്ക് റൈസ് ഒന്ന് കഴുകിയെടുക്കാം. ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പം കുതിർത്തൊന്നും വെക്കുന്നില്ല, ഡയറക്റ്റായിട്ട് തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ നേരത്തെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ള ഒരു ബീഫ് വേവിച്ച വെള്ളമില്ലേ, അതിലോട്ട് നമ്മുടെ റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് എടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ബീഫൊക്കെ ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി റൈസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ബീഫിൻ്റെ കുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു വെള്ളത്തിലോട്ടാണ് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറിൽ വെക്കുന്നത് കൊണ്ട് നമ്മുടെ ആ ഒരു കറക്റ്റ് വെള്ളം, 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്നുള്ള ആ ഒരു മെഷർമെൻ്റ് അല്ല, ഒന്നങ്ങ് കുറച്ചിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളം കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിലോട്ട് മല്ലിയില കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 വിസിലാണ് ഞാൻ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല ചൂട് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആറിയാൽ റൈസൊക്കെ ഒന്നങ്ങ് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളെ കയ്യിൽ ബീഫൊക്കെ ഉണ്ടെങ്കിൽ മടിച്ചിരിക്കുന്ന ടൈമിലാണെങ്കിൽ ഇതുപോലെയുള്ള റൈസൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ കഴിയും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ, ചൂടോട് കൂടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്തായാലും ഒന്ന് അറിയിക്കണേ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള റൈസാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ കാണാം.